नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में प्रेमचंद के बारे में पढ़ा। प्रेमचंद की एक प्रसिद्ध रचना है ईदगाह। ईदगाह नामक कहानी में ईद के संबंध की कहानी प्रेमचंद कहते हैं। रमज़ान के पूरे 30 रोज़ों के बाद ईद आती है। वह खुशी का एक त्यौहार है। सब कुछ आसमान पर भी अजीब लालिमा दिखाई देता है। सभी गांव में हलचल है और संसार को भी ईद की बधाई देने वाला सूर्य को दिखाई देता है। ईदगाह जाने की तैयारियां होती है। वहाँ लड़के बूढ़े सभी लोग ईदगाह जाने की तैयारियां हो रही है। इस कहानी का प्रधान पात्र है अमीना और उसके एक छोटा लड़का है। उसका नाम है हामिद। हामिद की दादी है अमीना। दोनों की संबंध की कहानी है ईदगाह। यहाँ बच्चा होने के कारण उसके मन में कई तरह की आशा भी है। यहाँ हामिद को माँ बाप नहीं है। वह बूढ़ी दादी अमीना की गोद में सोता है। उसका मन में एक विचार है। उसका अब्बा जान रुपये कमाने गए हैं। अम्मी जान अल्लाह मियाँ के घर उसके लिए बड़ी अच्छी चीज़ें लाने के लिए गई है। इसलिए हामिद बहुत प्रसन्न है। उसकी कल्पना तो राई की पर्वत बना लेती है। नेक्स्ट നമ്മളെടുക്കുന്നത് हामिद भीतर जाकर दादी से कहता है, तुम डरना नहीं अम्मा, मैं सबसे पहले जाऊँगा, बिल्कुल न डरना। ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഹമീദ് ഈദ്ഗാഹിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാമിദ് അടക്കം ബാക്കി എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പ്. പക്ഷേ ഹാമിദ് കെ പാവമേ ജൂത്തെ നഹി ഹെ, കാലുമിടാൻ ചെരുപ്പില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഉസ്കെ സിർ पर एक पुरानी टोपी है जिसका घोटा काला पड़ गया है. അതായത് അരികൊക്കെ കറുത്തിട്ടുള്ള ഒരു തൊപ്പിയാണ് കയ്യിലുള്ളത്. എങ്കിലും ഫിർ ബി വഹ് ബഹുത് പ്രസന്ന ഹെ, എങ്കിലും അവൻ വളരെ സന്തോഷവാനാണെന്ന് പറയുന്നത്. കാരണം അവൻ്റെ ഒരു വിശ്വാസം, അവൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, അബ്ബാജാൻ और अम्मी जान अत्ते समय उसके लिए तैलियाम और नियामतें लेकर आएंगी. ये उसके दिल के एक अरमान है. അവൻ്റെ ഉള്ളിലൊരാഗ്രഹം അതാണ്. അവൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് അവിടെ സാധിക്കുമെന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഹാമിദ് ഭീത്തർ ജാക്കർ ദാദി സെ कहता है, ഹാമിദ് അകത്ത് ചെന്നിട്ട് ദാദിയോട് പറയുന്നുണ്ട്, തും ഡർനാ നഹി അമ്മ, मैं सबसे पहले जाऊँगा. മുത്തശ്ശിയോട് പറയണേ, അമ്മ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഏറ്റവും ആദ്യം ഞാൻ തന്നെ പോകുമെന്ന് പറയണം. ബിൽക്കുൽ ന ഡർന, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം. കാരണം 4-5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് അവൻ. കാലുമ്മ ചെരുപ്പും കൂടി ഇല്ലാതെയാണ് അവൻ പോകുന്നത്. അപ്പോൾ അത് ആ ഒരവസ്ഥയിൽ മുത്തശ്ശിയായ അമീനയ്ക്ക് വളരെയധികം ദുഃഖമുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, അമ്മ പേടിക്കണ്ട, ഞാൻ ആദ്യം പോകാം, ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം. बिल्कुल न डरना. अमीना का दिल कचोट रहा है. गांव के बच्चे अपने अपने बाप के साथ जा रहे हैं. അപ്പോൾ അമീനൊക്കെ ദിൽ കച്ചോട് രഹാ ഹെ, അമീനയുടെ ഉള്ളിൽ വളരെയധികം വിഷമമുണ്ട്.
ദിലെന്ന് പറഞ്ഞാൽ ഹൃദയം, മനസ്സ്. അപ്പോൾ കച്ചോട് രഹാഹെ, അപ്പോൾ വളരെയധികം അങ്ങനെ കുത്തിക്കയറുന്ന വേദന ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. കച്ചോട്ടിനെന്ന് പറഞ്ഞാൽ കുത്തിക്കയറുക അല്ലെങ്കിൽ തുളച്ച് കയറുന്ന വേദന, തറച്ച് കയറുന്ന വേദന. ഗാവ് കെ ബच्चे अपने बाप के साथ जा रहे हैं. അപ്പോൾ ഗ്രാമത്തിലെ മറ്റു കുട്ടികൾ പോകുന്നത് അവരുടെ അച്ഛൻ്റെ കൂടെയാണ് അവരൊക്കെ ഈ ഈദ്ഗാഹിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാമിദ് കാ ബാപ്പ് അമീന കെ സിവ അവർ കോൻ ഹെ. ഹാമിദിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അമീനെ കൂടാതെ വേറെ ആരാണുള്ളത്? അപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ്. അമീന മാത്രമാണ്, മുത്തശ്ശി മാത്രമാണ് അവന് ആശ്രയമുള്ളത്. ഉസേ കൈസേ അക്കേലെ മേളെ ജാനേതേ. അപ്പം മറ്റുള്ളവരെ അച്ഛന്മാരുടെ കൂടെയാണ് പോകുന്നതെങ്കിൽ ഈ കുട്ടിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ഉസേ കൈസേ അക്കേലെ മേളെ ജാനേതേ, എങ്ങനെയാണ് അവൻ ഒറ്റയ്ക്ക് ഈ ഉത്സവത്തിന് പറഞ്ഞയക്കുക? പെരുന്നാളിനെ എങ്ങനെയാണ് അവൻ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുക? ഉസ് ബീഡ് ബാഡ് മേ ബച്ച കഹി ഖോ ജായേ തോ ക്യാ ഹോ. അപ്പോൾ അമീനയുടെ മനസ്സിലെ വിഷമങ്ങളാണ് പറയുന്നത്. കാരണം കുട്ടി ഒറ്റയ്ക്കാണ് പോകുന്നത്, വേറെ ആരും കൂടെ പോകാനില്ല, അച്ഛനില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബീഡ് ബാഡ് മേ, ബീഡ് എന്ന് പറഞ്ഞാൽ ക്രൗഡ്. അപ്പോൾ തിരക്കിനിടയിൽ പെട്ടാലേ ബച്ച കഹി ഖോ ജായേ തോ ക്യാ ഹോ, കുട്ടീനെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മിസ്സാവുക, ഖോ ജാന നഷ്ടപ്പെടുക, എന്താ ചെയ്യുക എന്നാണ് ചിന്തിക്കുന്നത്. നഹി അമീന ഉസേ യോം ന ജാനേ ദേഗി. ഇല്ല, അമീന അവനെ ഈദ്ഗാഹിലേക്ക് പോകാനായിട്ട് അനുവദിക്കില്ല എന്ന് പറയാം. കാരണം ഒറ്റയ്ക്കാണ് പോകുന്നത്, കുട്ടി എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് ചിന്തിക്കുന്നത്. നന്നി സി ജാൻ തീൻ കോസ് ചലേഗ കൈസെ. വളരെ ചെറിയ കുട്ടിയാണ്. നന്നി തന്നെ ചോട്ട എന്നുള്ള അർത്ഥം. വളരെ ചെറിയ കുട്ടിയാണ്. തീൻ കോസ് ചലേഗ കൈസെ, ഈ 3 മൈലുകളോളൊക്കെ എങ്ങനെ നടക്കുമെന്നാണ് ചോദിക്കുന്നത്. പയർ മേ ചാലേ പഡ്ജായെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെരുപ്പില്ലാതെ നടന്നു പോയി കഴിഞ്ഞാൽ, ചാലയെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടുകൊണ്ട് കാലിനെ പൊള്ളലേൽക്കുമ്പോൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ചാലയെന്ന് പറയുന്നത്. അപ്പോൾ പയർമേ ചാലയെ പഡ്ജായെങ്കിൽ, സൺബേൺ എന്ന് പറയും. അപ്പോൾ ഈ ഇത്രയും വെയിലത്ത് നടന്നു പോയി കഴിഞ്ഞാൽ ഇത്രയും മൈലുകളോളം നടക്കണം. അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ കാലിലൊക്കെ ഈ തീപ്പൊള്ളലുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുമിള പോലെ പൊന്തില്ല എന്നാണ് ചിന്തിക്കുന്നത്. ജൂത്തേ ബി തോ നഹി ഹെ, ചെരുപ്പാണെങ്കിൽ ഇല്ല. വ തോടി തോടി ദൂർ पर उसे गोद ले लेगी लेकिन यहाँ से वയ്യാം കോൻ പക്കായേക. അപ്പം അമീന ചിന്തിക്കുന്നുണ്ട്, തോടി തോടി ദൂർ, കുറച്ച് ദൂരം ഉസേ ഗോദ് ലേ ലേഗി, അവനെ എടുത്തുകൊണ്ട് പോകാമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ ലേക്ക് യഹാ സേ വയ്യാം കോൻ പക്കായേക. സേ വയ്യ എന്നാണ് മധുരപലഹാരങ്ങൾ. അപ്പോൾ ഇവിടെ അവന് വേണ്ടിയിട്ട് പലഹാരം ആരുണ്ടാക്കുമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അമ്മീനെ കൂടെ പോവുകയാണെങ്കിൽ കുറച്ച് ദൂരം എടുത്തിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. 4-5 വയസ്സായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ കാലിൽ ചെരുപ്പില്ല, കാലിന് പൊള്ളലേൽക്കില്ല. പക്ഷേ ഇവിടെ വീട്ടിലെ ആരാണ് പിന്നെ ഭക്ഷണം പാകം ചെയ്യുക? पैसे होते तो लौटते लौटते सब सामग्री जमा करके छटपट बना लेती. പൈസ ഹോത്തേത്തോ, പൈസ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു പറയുന്നത്? ലൗട്ടെ ലൗട്ടെ സബ് സാമഗ്രി ജമാ കർക്കെ, ജമാ കർണ എന്ന് കളക്ട് ചെയ്യാം. അതായത് മടങ്ങി വരുന്ന വഴി എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് ചട്ട്പട്ട് ബനാലെത്തി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ അവരുടെ കയ്യിൽ പൈസ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈദ് വന്നതുകൊണ്ട് അവർക്കത് കൂടുതൽ വിഷമം എന്ന് പറയുന്നത് കയ്യിലാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നത്, വേറെ സഹായിക്കാനായിട്ട് ആരുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ പൈസ ഉണ്ടായിരുന്നു. പൈസ ഹോത്തെ തോ ലൗട്ടെ സമയ യേ സബ് സാമഗ്രി ജമാ കർക്കെ ജൽദി സേ ബനാ ലേത്തി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ചട്ട്പട്ട് എന്ന് പറഞ്ഞാൽ ജൽദി, പെട്ടെന്ന്. യഹാം തോ ഗണ്ടോം ചീസേ ജമാ കർത്തേ ലഗേങ്കെ. ഇവിടെ പറയണേ ഇവിടെ മണിക്കൂറുകളോളം, ഗണ്ടെന്ന് പറഞ്ഞാൽ മണിക്കൂർ. ഇവിടെയാണെങ്കിലോ മണിക്കൂറുകളോളം സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് വേണ്ടി വരും. മാങ്കേ ഹി കാ തോ ഭരോസ ടഹ്റ. ഇനി ആരെങ്കിലും കയ്യിൽ നിന്ന് ആവശ്യപ്പെടാച്ചാലോ ഭരോസ ടഹ്റ, ആ ഒരു വിശ്വാസമാണുള്ളത്. മാങ്കേ ഹി കാ തോ ഭരോസ ടഹ്റ, അതായത് ആരെയിൽ നിന്ന് പൈസ ആവശ്യപ്പെടാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഉസ് ദിൻ ഫഹീമൻ കെ കപ്പടെ സിയേത്തെ. അപ്പോൾ ആ ദിവസം അമീന വെറുതെ ഇരിക്കുന്നില്ല, ഫഹീമൻ്റെ വസ്ത്രങ്ങളൊക്കെ സിയേത്തെ തുന്നി കൊടുത്തിരുന്നു, അപ്പോൾ തയ്ച്ചു കൊടുത്തിരുന്നു എന്ന് പറയുന്നത്. 8 ആണെ പൈസ മിലേത്തെ, അങ്ങനെ 8 അണ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. അതേ ഉള്ളൂ എന്നാണ് പറയുന്നത്, കൂടുതലായിട്ടൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. 8 ആനെ പൈസ മിലേത്തെ, 8 അണ പൈസയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
इस अटन्नी को ईमान की तरह बचाती चली आती थी इसी ईद के लिए. അപ്പോൾ ഇസി ഈദ് के लिए ഇസി ഈദ് മനാനയ്ക്ക് लिए ഈ ഒരു ഈദ് പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് പറയുന്നത് ഉസ് അട്ടന്നിക്കോ ഉസ് ആട്ട് ആനേക്കോ ഈ 8 അണ അട്ടന്നി എന്ന് പറഞ്ഞാൽ ആട്ടാണ 8 അണ ഒരു പൈസ കയ്യിലുണ്ടായിരുന്നത് ഈമാൻ കി തര ബച്ചാത്തി ജലിയാത്തി തീ വളരെ സത്യസന്ധമായിട്ട് അതിനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ പൈസ ഇല്ല എന്നാണ് പറയുന്നത്. ലേക്കിൻ കൽ ഗ്വാലൻ സിർ പർ സമാർ ഹോ ഗയി തോ ക്യാ കർത്തി. പക്ഷേ ഇന്നലെ ഇവിടെ വന്നിട്ട് ഗ്വാലൻ എന്ന് പറഞ്ഞാൽ പാൽക്കാരൻ, അയാൾ സിർ പർ സമാർ ഹോ ഗയി തോ ക്യാ കർത്തി, അതായത് പാലിൻ്റെ കാശിനെ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ്. കല്ലെന്നുള്ള 2 അർത്ഥമുണ്ട്, ഇന്നലെ നല്ല നാളെ നല്ല അർത്ഥമുണ്ട്. അപ്പോൾ നാളെ വന്നിട്ട് അങ്ങനെ ആയാലും മതി. सिर पर संवार हो गई तो क्या करती. हामिद के लिए कुछ नहीं है तो 2 पैसे का दूध तो चाहिए ही. ഹാമിദിനെ വേറൊന്നും കൊടുക്കുന്നില്ല. എന്താ കൊടുക്കുന്നത്? 2 പൈസയ്ക്ക് ദൂത് തോ ചാഹിയേ ഹി, അത് 2 പൈസയ്ക്ക് പാലാണ് അവനാകെ ആഗ്രഹിക്കുന്നത്, കൊടുക്കുന്നത്. വേറൊന്നും തന്നെ അവന് കൊടുക്കാനായിട്ട് ഇല്ല എന്നാണ് പറയുന്നത്. അബ് തോ കുൽ 2 ആനെ പൈസേ ബച്ച് രഹേ ഹേ. ഇപ്പോൾ മൊത്തം 2 അണ പൈസ മാത്രമാണ് ബാക്കിയുള്ളത്, അവശേഷിച്ചിരിക്കുന്നത്. ബച്ച് രഹേ ഹേ. 3 പൈസേ ഹാമിദ് കി ജേബ് മേ. 3 പൈസ ഹാമിദിൻ്റെ പോക്കറ്റിലുണ്ട്. 5 അമീന കെ ബട്വേ മേ. അതുപോലെ തന്നെ 5 പൈസ അമീനയുടെ പേഴ്സിലുണ്ട്. ബട്വ എന്ന് പറഞ്ഞാൽ പേഴ്സ്. യഹി തോ ബിസാത്ത് ഹേ और ईद का त्योहार. ബിസാത്ത് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അല്ലെ കപ്പാസിറ്റി എന്നുള്ള അർത്ഥം വേണമെങ്കിൽ പറയാം. അവർ ഈദ് കാ ത്യോഹാർ കെ ലിയേ യഹി തോ ബിസാത്ത് ഹേ, അതായത് ഈദ് ആഘോഷിക്കാനുള്ള ആകപ്പാടുള്ള ക്യാപിറ്റലെ മൂലധനം എന്ന് പറയുന്നത് ഈ പൈസയാണെന്ന് പറയുന്നത്. പൈസയാണ് അവരുടെ കയ്യിലുള്ളൂ. 5 പൈസ അമീനയുടെ പേഴ്സിലും, ബട്ടു എന്നാണ് പേഴ്സിലും, 3 പൈസ ഹമീദിൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് കയ്യിലുള്ളൂ. ധോവൻ और नाइन और മെഹദ്രാണി और ചൂടിൻഹാരി സബി തോ ആയെങ്കി. ഈ ഉത്സവം കാണാൻ മേളയ്ക്ക് ആരൊക്കെ വരും എന്ന് പറയുന്നത് അലക്കുകാരി ഉണ്ടാവും, ധോവൻ. നായൻ എന്ന് പറഞ്ഞാൽ ക്ഷുരകന്മാരുടെ ഭാര്യമാരുണ്ടായിരിക്കും, ബാർബർമാരുടെ ഭാര്യമാർ, മെഹദ്രാണി കൂലിപ്പണിക്കാരുണ്ടായിരിക്കും, അതുപോലെ ചൂടിഹാരി വളക്കാരികളുണ്ടായിരിക്കും, സബി തോ ആയെങ്കി എല്ലാവരും ഈ ആഘോഷത്തിന് വരും. സബി കോ സേവയ്യ ചാഹിയെ और थोड़ा किसी की आंखों में नहीं लगता. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? സബിക്കോ സേവയ്യ ചാഹി. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ സേവയ്യാണ് ആഗ്രഹിക്കുന്നത്, ഈ പലഹാരമാണ് ആഗ്രഹിക്കുന്നത്. തോടാ കിസിക്ക് ആങ്കോ നഹി ലക്ത, കുറച്ചൊന്നും ആരുടെയും കണ്ണിൽ പിടിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കി വെക്കണം എന്നാണ് പറയുന്നത്. കിസ് കിസ് സേ മുഹ് ചുരായേഗി. ആരുടെ വായ മോഷ്ടിക്കുക, അതായത് അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഒരുപാട് ആളുകൾ വരും. അപ്പോൾ അതിനനുസരിച്ച് പലഹാരം അവിടെ ഉണ്ടാക്കി വെക്കണം. ആൾക്കാർക്ക് കണ്ണി പിടിക്കണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കണം എന്നാണ് പറയുന്നത്. ആർ മുഹ്ക്യം ചുരായെ സാൽ ബർക്കാ ത്യോഹാർ ഹേ. ഇനിയിപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? സാൽ ബർക്കാ ത്യോഹാർ ഹേ, വർഷത്തിലൊരിക്കൽ വരുന്ന ഉത്സവമാണ്. ജിന്ദഗി ഖൈരിയത്ത് സെ രഹേ ഉസ്കി തക്തീർ ബി തോ ഉസി കെ സാത്ത് ഹേ. ജിന്ദഗി ഖൈരിയത്ത് സെ രഹേ, ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തോടുകൂടി വളരെ സുരക്ഷയോടുകൂടിയാണ് ജീവിതം കഴിയേണ്ടത്. ഉസ്കി തക്തീർ ബി, തക്തീർ തന്നെ ഭാഗ്യം അല്ലെങ്കിൽ വിധി എന്നുള്ളത്. ഉസ്കി തക്തീർ ബി തോ ഉസി കെ സാത്ത് ഹേ. അപ്പോൾ അതിൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ വിധി എന്ന് പറയുന്നത് അവരുടെ കൂടെ തന്നെയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണോ സുരക്ഷയാണോ വേണ്ടത്, അതൊക്കെ അവനവൻ്റെ കയ്യിൽ തന്നെയാണ്. ബച്ചേക്ക ഖുദ സലാമത്ത് രഹേ യേ ദിൻ ബി കട്ചായെങ്കി. അപ്പോൾ അമീനെ ചിന്തിക്കണേ, ബച്ചേക്കോ ഖുദ സലാമത്ത് രഹേ. മോനെ ആരെ രക്ഷിക്കുന്നു പറയുന്നത്? ഖുദ എന്ന് പറഞ്ഞാൽ ഗോഡ്, ഈശ്വരൻ. സലാമത്ത് രഹേ, സലാമത്ത് രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കുക. അപ്പോൾ മോനെ ഈശ്വരൻ രക്ഷിക്കട്ടെ. ഏ ദിൻ ബി കട്ചായെങ്കിൽ, ഈ ഒരു ദിവസവും ഇങ്ങനെ കടന്നു പോകുമെന്ന് പറയണം. ഏത് ദിവസമാണ്? ഈദ് കെ ദിൻ. അപ്പോൾ ഈദ്ഗാഹിലേക്ക് പോകാനുള്ള ആ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയമാണ്. ഒറ്റയ്ക്ക് പറഞ്ഞേക്കേണ്ട കാര്യം ആലോചിച്ച് ഇവിടെ അമീന വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.
അപ്പോൾ ഹാമിദ് ഇവിടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എന്താ പറയുന്നത്, തും ഡർനാ നഹി അമ്മ എന്നാണ് പറയുന്നത്, പേടിക്കേണ്ടെന്ന് പറയുന്നത്. മേ സബ്സെ പഹലെ ജാവുക ബിൽക്കുൽ ന ഡർന, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഏറ്റവും ആദ്യം പൊക്കോളാമെന്ന് പറയാണ്. ഗാവ് സേ മേള ചല, അങ്ങനെ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ ആഘോഷങ്ങളോടെ പുറപ്പെട്ടു. അവർ ബച്ചം കെ സാത്ത് ഹമീദ് ബി ജരഹാത, അത് ഗ്രാമത്തിൽ നിന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ ആഘോഷത്തിന് വേണ്ടി അവിടെ നിന്ന് അവർ പോവുകയാണ്. അവർ ബച്ചം കെ സാത്ത് ഹാമിദ് ബി ജരഹാത്ത, ഈ കുട്ടികൾ മറ്റുള്ള കുട്ടികളുടെ കൂടെ ഹാമിദും പോകുന്നുണ്ട്, അവനും പോയിക്കൊണ്ടിരിക്കുകയാണ്. കബി സബ് കെ സബ് ദൗഡ് കറാകെ നികൽ ജാത്തെ, അതായത് ചിലപ്പോഴൊക്കെ അവരെ ഓടിയിട്ട് സബ് കെ സബ് ദൗഡ് കറ, എല്ലാവരും കൂടി ഓടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുട്ടികളാണ്, കുട്ടികളുടേതായിട്ടുള്ള ഓരോ പരിപാടികൾ അവർ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ ഓടും, അങ്ങനെയൊക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് അവർ ഈ മേളയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. ഹാമിദും കൂടെ കൂടുന്നുണ്ട്, എല്ലാവരും ഓടും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. फिर किसी पेड़ के नीचे खड़े होकर 7 वालों का इंतज़ार करते. അപ്പോൾ അങ്ങനെ ഓടി മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കും. എന്നിട്ട് കൂടെയുള്ളവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇന്ദസാർ രഖ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ദസാർ കർണ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. അപ്പോൾ കുറച്ച് നേരം ഓടി കഴിഞ്ഞാൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് അവരെ വെയിറ്റ് ചെയ്യാണ്, മറ്റുള്ള കൂട്ടുകാർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. യേ ലോഗ് ക്യോം ഇത്ന ധീരെ ചൽ രഹേ ഹേ, അപ്പം നമ്മുടെ ഹാമിദിന് തോന്നണം, യേ ലോഗ് ക്യോം ഇത്ന ധീരെ ചൽ രഹേ, ധീരെ എന്ന് പറഞ്ഞാൽ സ്ലോലി, ഈ ആളുകൾ എന്തിനാ ഇത്രയും പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാമിദ് കെ പൈരോമേൻ തോ ജൈസെ പർ ലെഗ് ഗയേ ഹേ, ഹാമിദിൻ്റെ കാലുകളിലാണെങ്കിലോ ജൈസെ പർ ലെഗ് ഗയത്തെ, പർ എന്ന് പറഞ്ഞാൽ പങ്ക്, ചിറക് കെട്ടിയിട്ട പോലെ അത്രയും വേഗത്തിലാണ് ഹാമിദ് പോയിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഹാമിദ് ഓടിയിട്ട് കുറേ നേരം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. മറ്റുള്ളവരാണെങ്കിൽ വളരെ പതുക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയണേ, ഹാമിദ് കെ പൈരോമേൻ തോ ജൈസെ പർ ലെഗ് ഗയേ ഹേ, ഹാമിദിൻ്റെ കാലുകളിലൊക്കെ ചിറക് വെച്ച പോലെ അത്രയും വേഗത്തിലാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്. കബി ദക് സക്താ ഹേ, അതായത് ദക് സക്ന എന്ന് പറഞ്ഞാൽ ടയേർഡാവുക, ചിലപ്പോഴൊക്കെ ക്ഷീണിക്കുന്നുണ്ട്. ഷഹർ കാ ദാമനാകെ, അങ്ങനെ പട്ടണത്തിൻ്റെ ഒരു അറ്റത്തേക്ക് അവർ എത്തിച്ചേർന്നു. ദാമൻ എന്ന് പറഞ്ഞാൽ അറ്റം. അപ്പോൾ അവിടെ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടു പട്ടണത്തിലേക്ക് അവർ എത്തിച്ചേരും. ഒരു 3 മൈലുകളോളം നടക്കാനുണ്ട്. അങ്ങനെ അവർ പട്ടണത്തിൻ്റെ ആ അറ്റത്തേക്ക് അവർ എത്തിച്ചേർന്നു. സടക്കെ ദോനോ ഓർ അമീരം കെ ബഗീജെ ഹേ, സടക്കെ ദോനം, അതായത് റോഡിൻ്റെ 2 സൈഡിലും ഇവിടെ അമീരോം കെ ബഗീജെ ഹേ, അമീർ എന്ന് പറഞ്ഞാൽ പൈസക്കാർ, ധനവാന്മാർ. അപ്പോൾ ഈ റോഡിൻ്റെ 2 വശവും പാവപ്പെട്ടവരാരുമില്ല, ഒക്കെ പണക്കാരായിട്ടുള്ള ആളുകളാണ്, അവരുടെ തോട്ടമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്കി ചാർദിവാരി ബനായി ഹുയി ഹേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചാർദിവാരി, മതിലൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുള്ള വീടുകളാണ്, തോട്ടങ്ങളാണ്, പണക്കാരുടെ വീടുകളാണ് റോഡിൻ്റെ 2 വശവും കാണുന്നത്. പേടോമേ ആം ഓർ ലീച്ചിയാം ലഗി ഹുയി ഹേ, ഇനി അവരുടെ തോട്ടത്തിലൊക്കെ മരങ്ങളുണ്ട്. ആ മരങ്ങളിൽ മാങ്ങി, അതുപോലെ തന്നെ ലിച്ചി എന്ന് പറഞ്ഞൊരു പഴമാണ്, ലിച്ചിപ്പഴം, ഇതൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പേടോമേ ആം ഓർ ലീച്ചിയാ ലഗി ഹുയി ഹേ, മാങ്ങയുണ്ട്, മാവുണ്ട്, മാങ്ങയുണ്ട്, അതുപോലെ തന്നെ ഒരു തരം പഴമാണ് ലിച്ചി എന്ന് പറയുന്നത്, അതും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കബി കബി കോയി ലടുക്ക കങ്കടി ഉടാക്കർ ആം പർ നിശാന ലഗാത്ത ഹേ, നിശാന ലഗാന എന്ന് പറഞ്ഞാൽ ഉന്നം നോക്കുക. ഇപ്പോൾ ചെറിയ കുട്ടികൾ ചെയ്യില്ലേ, നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ചെയ്യില്ലേ, എന്താ പോകുന്ന സമയത്ത് മാങ്ങ നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കല്ലെടുത്തെറിയില്ലേ, അതുപോലെ തന്നെ കബി കബി കോയിലെടുക്ക, ചിലപ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ ആൺകുട്ടികൾ കങ്കടി ഉടാക്കാർ, കല്ലെടുത്തിട്ട്, കങ്കടി എന്ന് പറഞ്ഞാൽ കങ്കട് എന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് ആംപർ നിശാന ലഗാത്ത ഹേ, ആ മാവിന് ലക്ഷ്യം വെച്ച് ഉന്നം വെച്ച് നിൽക്കും. മാലി അന്തർ സെ ഖാലി ദേത്താ ഹുവാ നിക്കൽത്താ ഹേ, അപ്പം മാമ കല്ലെറിയണ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാലി എന്ന് പറഞ്ഞാൽ ഗാർഡനർ, തോട്ടക്കാരൻ എന്ത് ചെയ്യും, അന്തർ സേ അകത്തുനിന്ന് ഖാലി ദേത്താ ഹുവാ, ചീത്ത പറഞ്ഞുകൊണ്ട്, വഴക്ക് പറഞ്ഞുകൊണ്ട്, നിക്കൽത്താ ഹേ പുറത്തേക്ക് വരും. അപ്പോൾ കുട്ടികൾ കൂട്ടമായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, ചെറിയ കുട്ടികളാണ്, അവരവരുടേതായിട്ടുള്ള കുസൃതികളൊക്കെ ഒപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ട മാവിനൊക്കെ കല്ലെറിഞ്ഞിട്ടാണ് പോകുന്നത്. കല്ലെറിയുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തോട്ടക്കാരൻ പുറത്ത് വന്ന് ചീത്ത പറയുന്നു. ലഡ്കെ വഹാം സേ എക് ഫർലോങ് പർ ഹേ, ആൺകുട്ടികളാണെങ്കിലോ അവിടെ നിന്ന് 1 ഫർലോങ് അകലത്താണ് അവർ നിൽക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഖൂബ് ഘാസ് രഹേ ഹേ,
അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ. മാലിക്കോ കൈസ ഉല്ലു ബനായ ഹേ, ഉല്ലു ബനായ എന്ന് പറഞ്ഞാൽ വിഡ്ഢിയാക്കുക. ആ തോട്ടക്കാരൻ അവർ എങ്ങനെയാണ് വിഡ്ഢിയാക്കിയത് അതാലോചിച്ചുകൊണ്ട് അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്ലെറിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അവർ അവിടെ നിൽക്കില്ല, അവർ ഓടി മാറി നിൽക്കുകയാണ്. തോട്ടക്കാരൻ വരുമ്പോൾ അവരെ കാണില്ല. ഒരു ഫർലോങ് ദൂരെയാണ് അവർ നിൽക്കുന്നുണ്ടാവുക. അവർ ചിരിച്ചുകൊണ്ട്, അതായത് ഇയാളെ വിഡ്ഢിയാക്കിയ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് അവരവിടെ മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടികളൊക്കെ കൂടിയിട്ട് ഈദ്ഗാഹിലേക്ക് പോകുന്ന ഇതാണ് പറയുന്നത്. ഗ്രാമത്തിൽ നിന്ന് അവർ പുറപ്പെട്ടു. പലയിടത്തും അവർ ഓടി ഓടി പോയിക്കൊണ്ടിരുന്നു. ചിലയിടത്ത് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നു, മറ്റുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ പട്ടണത്തിൻ്റെ ആ എൻഡിലേക്ക് അല്ലെങ്കിൽ ആ അതിരിലേക്ക് അറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ നോക്കുമ്പോൾ സടക്കെ ദോനോ ഓർ അമീരോം കെ ഗർ ഓർ ഉസ്കെ ബഗീജെ ഹേ, അതായത് പണക്കാരുടെ വീടും തോട്ടങ്ങളൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ സബി ഗരം കോ പക്കി ചർദിവാരി ബനായി ഹുയി ഹേ, അതായത് നല്ല ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണ്. അതുപോലെ തന്നെ ബഗീജമേ പേടോമേ ആമോർ लीचियाँ लगी हुई है, यहाँ ये लड़का कंगड़ी उड़ाकर उसके आम पर നിശാന ലഗാത്ത ഹേ, അതായത് അവിടെ മാങ്ങ എറിയാനായിട്ട് ലക്ഷ്യം വയ്ക്കുന്നു, കല്ലെടുത്തെറിയുന്നു. ആ സമയത്ത് മാലി ഗാലി ദേത്ത ഹുവ അന്തർ സേ നികൽത്ത ഹേ, അകത്തുനിന്ന് വരുന്നു. ഉസ് സമയം ലടുക്കിയ വഹാംസെ എക് ഫർലോങ് ദൂർ പർ ഹേ, അതായത് ഒരു ഫർലോങ് ദൂരത്താണ് കുട്ടികൾ നിൽക്കുന്നുണ്ടാവുക. മാലിക്കോ ഉല്ലു ബനാനെ പർ യേ സബ് ഗൂബ് ഹസ് രഹേ ഹേ, ഇവരെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഡി ബഡി ഇമാരത്തേം ആനെ ലഗി, ये कॉलेज है, ये ക്ലബ് ഘർ ഹേ. ഇനി ബടി ബടി ഇമാരത്തേം, ഇനിയിപ്പോൾ പട്ടണത്തിലെത്തിയപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങൾ കാണാനായിട്ട് തുടങ്ങി. ബടി ബടി ഇമാരത്തേം, ഇമാരത്തെന്ന് പറഞ്ഞാൽ ബഡ മക്കാൻ, വലിയ വലിയ കെട്ടിടങ്ങൾ, വീടുകൾ. യഹ് അദാലത്ത് ഹേ, അദാലത്ത് പറഞ്ഞാൽ കോടതി, ഇത് കോടതിയാണ്. യേ കോളേജ് ഹേ, അത് കോളേജാണ്. യേ ക്ലബ് ഘർ ഹേ, ഇത് ക്ലബ്ബാണ്. അപ്പോൾ ആ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ വലിയ 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 വീടുകളിലെ ആളുകളൊക്കെ, സാറന്മാരും അതുപോലെ തന്നെ ഭാര്യമാരൊക്കെ പോകുന്ന സ്ഥലമാണ്. അവർ നേരം പോക്കിന് വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണ് ക്ലബ്ബ് ഘർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, അതിൽ കോളേജുണ്ട്, കോടതിയുണ്ട്, ക്ലബ്ബുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത്തനെ ബഡേ കോളേജ് മേക്ക് ഇത്തനെ ലഡ്കിയെ പഠിത്തേ ഹോങ്കെ, അപ്പോൾ ഇത്രയും വലിയ കോളേജിൽ എത്രത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ടാവും എന്ന് ചിന്തിക്കുകയാണ്. സബ് ലഡ്കെ നഹി ഹേ ജി, ഇപ്പോൾ അവരെല്ലാവരും ആൺകുട്ടികളല്ല എന്ന് പറയുന്നത്. അവരാരാണെന്ന് പറയുന്നത് കുട്ടികളല്ല. ബഡേ ബഡേ ആദമി ഹേ സച്ച്, സത്യം പറയുകയാണെങ്കിൽ ഒരു വലിയ വലിയ ആളുകളാണെന്നാണ് പറയുന്നത്. അതായത് കുട്ടിത്തൊക്കെ മാറി കോളേജിലെത്തുമ്പോൾ വലിയ ആളുകളായിട്ട് മാറുന്ന അവസ്ഥ. ഉനക്ക് ബഡി ബഡി മൂഞ്ചേ ഹേ, ഇത്തനെ ബഡേ ഹോ ഗയേ അഭി തക് പഠനെ ജാത്തേ ഹേ. അപ്പം നമ്മുടെ ഹാമിദിൻ്റെ മനസ്സിൽ തോന്നുന്നത് ഉനക്ക് ബഡി ബഡി മൂഞ്ചേ ഹേ, മൂഞ്ച് എന്ന് പറഞ്ഞാൽ മീശ. ഇപ്പോൾ അവർക്ക് വലിയ വലിയ മീശയുണ്ട്, ആൺകുട്ടികളാണെന്ന് പറയാൻ പറ്റില്ല, ഒക്കെ വലിയ വലിയ ആളുകളാണ്, വലിയ വലിയ മീശയുണ്ട്. ഇത്രയും ബഡേ ഹോകെ, വലിയ വലിയ ആൾക്കാരായിട്ടുണ്ട്. അഭി തക് പഠനെ ജാത്തേ ഹേ, ഇപ്പോഴും പഠിക്കാൻ പോവാന്നാണ് ചിന്തിക്കുന്നത്. എന്നാ ജാനെ കബ് തക് പഠേങ്കെ അവർ ക്യാ കരേങ്കെ ഇത്തന പഠിക്കർ. അപ്പോൾ കബ് തക് പഠേങ്കെ എന്നാ ജാനെ, എത്രത്തോളം പഠിക്കണം എന്നുള്ളതൊന്നും അവനറിഞ്ഞുകൂടാ. ക്യാ കരേങ്കെ ഇത്തന പഠിക്കർ, ഇത്രയും പഠിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ, ഇതൊന്നും എന്നാ ജാനെ അവനറിഞ്ഞുകൂടാ. ഹാമിദ് കെ മദ്രസേ മേ 2-3 बड़े बड़े लड़के हैं, बिल्कुल 3 कौड़ी के, रोज़ मार खाते हैं, काम से जी चुराने वाले. ഇപ്പോൾ ഹാമിദിൻ്റെ മദ്രസയിൽ, ഹാമിദ് മദ്രസയിൽ പോകുന്നുണ്ട്, 4-5 വയസ്സായിട്ടുള്ളൂ. അവൻ മദ്രസയിൽ പോകുന്നുണ്ട്. അവിടെ 2-3 ബഡേ ബഡേ ലഡ്കെ, അവിടെ 2-3 വലിയ വലിയ ആൺകുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. ബിൽക്കുൽ 3 കൗടി കെ റോസ് മാർ ഖാത്തേ ഹേ, കാം സേ ജി ചുരാനേ വാലി. എന്താ പറയുന്നത്, വലിയ വലിയ ചെക്കന്മാരുണ്ട്, ആൺകുട്ടികളുണ്ട്. അവർ എന്ന് പറയാൻ തികച്ചും, അതായത് എല്ലാം നശിപ്പിക്കാനായിട്ട് കഴിവുള്ള ആൺകുട്ടികളുണ്ട്. റോസ് മാർ ഖാത്തേ ഹേ, ഡെയിലി അടി കിട്ടുന്നവരാണ്. കാംസേ ജി ചുരാനേ വാലേ, അവർ പണിയെടുത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ തട്ടിപ്പറിച്ച് ജീവിക്കുന്ന തരത്തിലുള്ള ആളുകൾ 2-3 പേര്, വലിയ വലിയ ആൺകുട്ടികൾ അവരുടെ മദ്രസയിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നത്. काम से जी चुराने वाले. इस जगह भी उसी तरह के लोग होंगे और क्या. അപ്പോൾ ഈ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ആളുകൾ, കോളേജിലായാലും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവില്ലേ എന്ന് അവൻ ചിന്തിക്കുകയാണ്.
ക്ലബ് ഗർ മേ ജാദു ഹോത്താ ഹെ. ഇനി ക്ലബ്ബുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്, അവിടെ മാജിക്കാണ് നടക്കണമെന്ന് പറയുന്നത്. ജാദു എന്ന് പറഞ്ഞാൽ മാജിക്ക്. സുനാ ഹെ യഹാ മുർദെ കി ഘോംപടിയാം ദൗड़ती है और बड़े बड़े तमाशे होते हैं पर किसी को अंदर नहीं जाने देते. ഇനി ക്ലബ് ഗറിൽ പോവുകയാണെങ്കിൽ അവിടെ വലിയ വലിയ മാജിക്കാണ് നടക്കുന്നത്. അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. സുനാഹെ കേട്ടിട്ടുണ്ട് എന്താണ്, യഹാ മുർദെ, മുർദെ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി. ഇവിടെ ഡെഡ് ബോഡിക്ക് ഘോം പടിയാൻ ദൗड़ती ഹി, അതായത് തലയോട്ടി ഓടുക എന്നാണ് പറയുന്നത്. അവർ ബഡേ ബഡേ തമാശ ഹോത്തെ, വലിയ വലിയ തമാശകളൊക്കെ നടക്കുന്ന സ്ഥലമെന്നാണ് പറയുന്നത്. പർ കിസി കൊന്തർ നഹി ജാനെ ദേത്തെ, പക്ഷെ ആരെയും ഉള്ളിലേക്ക് കടക്കാനായിട്ട് അനുവദിക്കുമായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ആളുകളവിടെ വരുന്നുണ്ട്, ക്ലബ് ഗറിൽ വരുന്നുണ്ട്. അവിടെ ഒരുപാട് മാജിക്ക് നടക്കുന്നു എന്ന് പറയുന്നത്, തലയോട്ടി ഓടുന്നു എന്ന് പറയുന്നു, അതുപോലെ തന്നെ വലിയ വലിയ തമാശകൾ നടക്കുന്നു. പക്ഷേ കിസിക്കോ അന്തർ നഹീൻ ജാനേദേ, പക്ഷെ ആരെന്നെ അകത്തേക്ക് കിടക്കാനായിട്ട് അനുവദിക്കാറില്ല എന്നാണ് പറയുന്നത്. അവർ യഹാം ഷാം കോ സാഹബ് ലോഗ് ഖേൽത്തെ ഹേ. ഇനി സന്ധ്യാസമയമായി കഴിഞ്ഞാൽ വലിയ വലിയ വീട്ടിലെ ആളുകളൊക്കെ സാർമാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഖേൽത്തെ ഹേ, അവരവിടെ കളിക്കുന്നു. ബഡേ ബഡേ ആദമി ഖേൽത്തെ ഹേ മൂഞ്ചോം ധാടി വാലെ അവർ മേം ബി ഖേൽത്തി ഹേ സച്ച്. സത്യം പറയുകയാണെങ്കിൽ അവിടെ ആരൊക്കെയാണ്, വലിയ വലിയ ആളുകൾ വന്ന് കളിക്കുന്നുണ്ട്. അതായത് സാധാരണക്കാരൊന്നും ക്ലബ് ഗറിൽ പോവില്ല. അപ്പോൾ വലിയ വലിയ വീട്ടിലെ ആളുകൾ വന്ന് കളിക്കുന്നുണ്ട്. എങ്ങനെയുള്ള ആളുകൾ, മൂഞ്ചോം ധാടി വാലേ, മീശയും താടിയൊക്കെ വെച്ചവർ വന്ന് കളിക്കുന്നത്. പിന്നെയോ മേം ബി ഖേൽത്തി ഹേ സച്ച്, അവരുടെ ഭാര്യമാരെ മാമുകൾ. അപ്പോൾ സാറുമാരും അവരുടെ ഭാര്യമാരൊക്കെയാണ് അവിടെ വന്ന് കളിക്കുന്നത്, അല്ലാതെ സാധാരണക്കാരായ ആളുകളൊന്നും അവിടേക്ക് വരുന്നില്ല. ഹമാരി അമ്മാക്കോ വഹ് ദേ ദോ ക്യാ നാം ഹേ വെയിറ്റ് തോ സേ പക്കട് ഹീ നാ സഖേ. പറയണ ഹമാരി അമ്മാക്കോ വഹ് ദേ ദോ, അത് നമ്മുടെ അമ്മയ്ക്കൊക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാ നാം ഹേ, അതിൻ്റെ പേരെന്താണ്, വെയിറ്റ് എന്നാണ് പേര്. ആ സാധനം കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉസേ പക്കട് ഹീ നാ സഖേ, അവർക്കത് പിടിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ വെയിറ്റ് എടുക്കുന്ന സ്ഥലം, എക്സസൈസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, പല കളികളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വലിയ വലിയ വീട്ടിലെ ആളുകളും അവരുടെ ഭാര്യമാരൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ അമ്മയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ, ആ സാധനം വെയിറ്റ് എന്ന് പറയുന്ന സാധനം കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉസേ പക്കട് ഹീ ന സഖേ, അവർക്കത് പിടിക്കാൻ പോലും സാധിക്കില്ല. ഗുമാത്തേ ഹി ലുടക് ന ജായേ, അതായത് കറങ്ങി കറങ്ങി അവിടെ ഉരുണ്ട് വീഴാൻ മാത്രമാണ് ചെയ്യുള്ളൂ. അപ്പോൾ അവർക്ക് കൊണ്ട് അങ്ങനത്തെ പണികളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് അവിടെ അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾ നമ്മൾ സംഭാഷണമാണ് ഇനി വരുന്നത്. പല കുട്ടികളുണ്ട്, മഹ്മൂദുണ്ട്, മോസിനുണ്ട്, അങ്ങനെ ഹാമിദുണ്ട്, അങ്ങനെ കുട്ടികൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരുടെ സംഭാഷണമാണ് നമ്മളിനി അടുത്തത് വരുന്നത്. മഹ്മൂദിനെ കഹാ ഹമാരി അമ്മി ജാൻ കാ തോ ഹാത്ത് കാമ്പനെ ലഗെ അള്ളാ കസം. അള്ളാഹു ആണ് സത്യം, അത് കസം എന്ന് പറഞ്ഞാൽ അവിടെ ആണയിടുക, ശബ്ദം ചെയ്യുക. എന്താണ് പറയുന്നത്, ഹമാരി അമ്മി ജാൻ കാ തോ ഹാത്ത് കാമ്പനെ ലഗെ, ഈ വെയിറ്റ് മിലേത്തോ, അതായത് വെയിറ്റ് പക്കത്തെ സമയം. ഇവിടെ മഹ്മൂദ് പറയണത്, നമ്മുടെ അമ്മയാണെങ്കിൽ ഈ വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഹാത്ത് കാമ്പനെ ലഗെ, കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങുന്ന പറയുന്നത്. അതെന്തായാലും ഉറപ്പാന്ന് പറയുന്നത്. അള്ളാഹു ആണ് സത്യം, ആണയിട്ട് പറയാൻ നമ്മുടെ അമ്മമാരെ കൊണ്ട് ഒന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. മോസിൻ പോല ചലോ മനോ ആട്ട പീസ് ഡാൽത്തി ഹേ. അപ്പോൾ മോസിൻ പറയണ, ആ ശരിയാണ്, നമ്മളിപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെയാണെങ്കിൽ എന്താ ചെയ്ത, ആട്ട, അതായത് ഗോതമ്പ് ഇതൊക്കെ പൊടിക്കാനായിട്ട് സാധിക്കുള്ളൂ, അമ്മമാരെ കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. ജരാസ വെയിറ്റ് പക്കടിലെങ്കിൽ തോ ഹാത്ത് കാമ്പനിലേക്ക്, ഇനി അല്പം വെയിറ്റ് പിടിച്ചാലോ, വെയിറ്റ് എടുത്ത് പൊന്തിച്ച് കഴിഞ്ഞാൽ, പൊക്കിക്കഴിഞ്ഞാൽ, വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റാണ്, വെയിറ്റ് ഭാരം എടുത്തു കഴിഞ്ഞാൽ ഹാത്ത് കാമ്പനിയിലേക്കെങ്കിൽ അവൻ്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആട്ട അങ്ങനത്തെ സാധനങ്ങൾ പൊടിക്കാൻ തന്നെയാണ് നമ്മുടെ അമ്മമാരെ കൊണ്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലാതെ അല്പം പോലും വെയിറ്റ് എടുത്ത് പൊക്കാനായിട്ട് അമ്മമാരെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. സൈക്കഡോ ഗഡേ പാനി റോസ് നിക്കാൽത്തി ഹേ, അതായത് സൈക്കഡോ എന്ന് പറഞ്ഞാൽ 100 കണക്കിന്, ഗഡ എന്ന് പറഞ്ഞാൽ കുടം. അപ്പോൾ 100 കണക്കിന് കുടത്തിൽ വെള്ളം അവർ ഡെയിലി എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 100 കുടം വെള്ളം ഡെയിലി അവർ എടുക്കുന്നവരാണ്. പക്ഷേ 5 ഗഡേ തോ ബൈൻസ് പീ ജാത്തി ഹേ, ഇതാ ഒരു 5 കുടത്തോളം വെള്ളം നമ്മുടെ എന്താ പറയുന്നത് പോത്തൊക്കെ കുടിക്കുന്ന പറയുന്നത്. കിസി മേം കോയക്ക് ഗഡ പാനി പറഞ്ഞ പടേ തോ ആകേം തല അന്തേര ആജായെ. ഇനിയിപ്പോൾ ഈ പറയുന്ന സാറുമാരുടെ ഭാര്യമാർക്ക് മേമുകൾ അവർ ഏക്ക് ഗഡ പാനി പറഞ്ഞ 1 കുടം വെള്ളം നിറച്ച് കഴിഞ്ഞാൽ
അവരുടെ ആങ്കൊം തലേ അന്തരാകയെ, അവരുടെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുമെന്ന് പറയുന്നത്. അപ്പോൾ അവരെ കൊണ്ടൊന്നും നമ്മുടെ അമ്മമാർ ചെയ്യുന്ന പണി ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ അവർ ചെയ്യുന്ന പണികളൊന്നും കാര്യങ്ങളൊന്നും നമ്മുടെ അമ്മമാരെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് മോഹസിനോട് പറയണം. അപ്പോൾ കുട്ടികൾ തമ്മിൽ ആ ജാദൂഗറിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലബ് ഗറിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവരുടെ അമ്മമാരെ കൊണ്ട് സാധിക്കില്ല. ഇവരുടെ അമ്മമാർ ചെയ്യുന്ന കാര്യങ്ങൾ ആ ക്ലബ്ബിൽ വരുന്ന ആളുകൾക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് അവർ പറയണം. മഹമ്മൂദ് പറയണേ ലേക്കിൻ ദൗഡ്ത്തി തോ നഹി ഉച്ചൽ കൂത്തോ നഹി സക്തി. അതുപോലെ തന്നെ പക്ഷേ ദൗഡ്ത്തി തോ നഹി, ഓട്ടം മാത്രമല്ല, ഉച്ചൽ കൂത്തോ നഹി സക്തി, അതായത് ചാട്ടം ഇതൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയണം. അപ്പോൾ മോഹസിൻ ഉച്ചൽ കൂത് നഹി സക്തി ലേക്കിൻ ഉസ് ദിൻ മേരി ഗായ് ഖുൽ ഗയി തി और चौधरी के गेट में जा पड़ी थी तो अम्मा इतनी तेज़ दौड़ी कि मैं उन्हें पा न सका सच. അപ്പം പറയണ അടുത്ത് പറയണ ദൗഡ്ത്തി തോ നഹി ഉച്ചൽ കൂത്തോ നഹി സക്തി എന്ന് പറയണത്. മഹമ്മൂദ് പറയണ അവർക്ക് ഓട്ടം ചാട്ടമൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല. അതായത് വലിയ വലിയ വീട്ടിലെ കൊച്ചമ്മമാർ അല്ലെങ്കിൽ ഈ മേം സാഹിബിനൊക്കെ ഇങ്ങനത്തെ പണികളൊന്നും, ഓട്ടം ചാട്ടം വെള്ളം നിറയ്ക്കുക തുടങ്ങിയ പണികളൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയണം. അപ്പം മോഹസിൻ പറയണേ ഉച്ചൽ കൂത് നഹി സക്തി, അതായത് ചാടാനൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല. ലേക്കിൻ ഉസ് ദിൻ മേരി ഗായ് ഗുൽ ഗയി ധോ. മേരി ഗായ് ഗുൽ ഗയി എന്ന് പറഞ്ഞാൽ കയറഴിഞ്ഞ് പോവുക, പശുവിൻ്റെ കയറഴിഞ്ഞ് പോവുക. ഗായ് എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കയറഴിഞ്ഞ് പോയി. അവർ ചൗധരിക്ക് ഗേത്ത് മേ ജാ പടിയെത്തി, ചൗധരിയുടെ പാടത്ത് അല്ലെങ്കിൽ വയലിലേക്കാണ് ആ പശു പോയത്. തോ അമ്മ ഇത്തിനി തേസ് ദൗഡിക്ക് മേ ഉനെ പാ ന സക്കാ സച്ച്. അമ്മ ഇത്തിരി തേച്ചി ദൗടി, വളരെ വേഗത്തിൽ അമ്മ ഓടിപ്പോയി എന്നുള്ളത്. മേ ഉനെ പാ ന സക്കാ സച്ച്, എനിക്ക് സത്യത്തിൽ അത് സാധിച്ചിരുന്നില്ല, പക്ഷേ അമ്മ വളരെ വേഗത്തിൽ ഓടിപ്പോയിട്ട് ആ പശുവിനെ കെട്ടിയിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അമ്മമാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും, ഓട്ടം ചാട്ടുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും എന്ന് പറയുന്നത്. പക്ഷേ ആ ക്ലബ്ബിൽ വരുന്നവർക്ക് അതൊന്നും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ആകെ ചലേ ഹൽവായിയോം കി ദൂഖാനെ ശുരു ഹുയി. അങ്ങനെ അവർ മുന്നോട്ട് പോവാണ്. മധുരപലഹാരങ്ങൾ വിൽക്കുന്ന കട അവിടെ കാണാനായിട്ട് തുടങ്ങി. ആജ് ഖൂബ് സജി ഹുയി തി, വല്ലാതെ അലങ്കരിച്ച് നന്നായി ഡെക്കറേറ്റ് ചെയ്ത് മധുരപലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ളതായിട്ട് അവർ കാണാണ്. ഇത്തനി മിഠായിയാം കോൻ ഖാത്താ ഹേ, ഇത്രയും മിഠായിയൊക്കെ ആര് തിന്നാനാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് മധുരപലഹാരങ്ങൾ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരവിടേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നത്. ദേഖോ നാ ഏക് ഏക് ദുക്കാൻ പർ മനോ ഹോഗി സുനാഹേ രാത്ത് കോ ജിന്നാത്താക്കർ ഗിരി ലേയാത്തേ ഹേ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഓരോ കടകളിലും ഒരുപാട് സാധനങ്ങൾ അവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. സുനാഹേ രാത്ത് കോ ജിന്നാത്താക്കർ ഗിരി ലേ ജാത്തേ ഹേ. പറഞ്ഞു കേട്ടുള്ള കാര്യമാണ്. രാത്രിയിൽ ജിന്നാത്ത് എന്ന് പറഞ്ഞാൽ ജിന്നുകൾ വന്നിട്ട് അതൊക്കെ വാങ്ങിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണത് പറയുന്നത്. അപ്പോൾ മധുരപലഹാരത്തിൻ്റെ കടയിലേക്ക് അവർ എത്തി. അവിടെ ഒരുപാട് മധുരപലഹാരങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട്. അവിടം വരെ അവർ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത് വാങ്ങാനായിട്ട് രാത്രിയിൽ ജിന്നുകൾ വരുമെന്നാണ് ഒരു സങ്കല്പമാണ് അവിടെ നിലവിലുള്ളത്. ഓക്കെ, താങ്ക് യു.